ഹലോ, ഇന്ന് ചെറിയൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ വീടുകളിലും കരുതിയിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ഐറ്റം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. സസ്പെൻസ് ഒന്നും ഇടുന്നില്ല കേട്ടോ, ആദ്യം തന്നെ കാര്യം അങ്ങ് പറഞ്ഞേക്കാം. നല്ല ശുദ്ധമായ പശുവിൻ നെയ്യും ശുദ്ധമായ എള്ളെണ്ണയും ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്ത് ഒരു ബോട്ടിലിൽ സൂക്ഷിക്കാം. ഇതിപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ കുട്ടികളോ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരോ ആരോ ആയിക്കോട്ടെ, എവിടെയെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ ശക്തമായി എവിടെയെങ്കിലും ഇടിച്ചു പോവുകയോ ചെയ്താൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ സാധാരണ എന്താ ചെയ്യാറ്? ചിലപ്പോൾ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അതിന് പകരമായിട്ട് ഈ ഹോം റെമഡി ഒന്ന് ചെയ്തു നോക്കൂ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം എന്നല്ല കേട്ടോ, ഇൻ കേസ് സംഭവിച്ചാൽ ഈ മിക്സ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് ആ ഭാഗത്തുനിന്ന് പുരട്ടി കൊടുക്കുക. പുരട്ടി കൊടുത്താൽ മാത്രം മതി, മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വാസ്തവത്തിൽ മസാജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. മസാജ് ചെയ്ത് കഴിഞ്ഞാലേ അതിൽ ഉള്ളിൽ എന്തെങ്കിലും ചതവോ മറ്റോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ മസാജ് ചെയ്യേണ്ട, വെറുതെ ഒന്ന് പുരട്ടി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ, നമ്മൾ ഈ നേരത്തോട് നേരം എന്നൊക്കെ പറയില്ലേ, അത്ര പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട്സ് വിസിബിളായി തുടങ്ങും. ചതവൊക്കെ ഉണ്ടാവുന്ന ഭാഗത്ത് നീർക്കെട്ട്, അതുപോലെ തന്നെ സ്കിന്നിന് ചെറിയ കളർ ചേഞ്ച്, റെഡിഷ് കളർ അല്ലെങ്കിൽ ബ്ലൂയിഷ് കളറിലേക്കൊക്കെ സ്കിന്ന് മാറി വരാറുണ്ട്. സോ അതൊക്കെ ഈ മിക്സ് പുരട്ടുന്നതിലൂടെ കുറേയൊക്കെ ശരിയായി വരും. നീർക്കെട്ടൊക്കെ കുറേയൊക്കെ കുറയും, പെയിൻ കുറയും, ഈ കളർ ചേഞ്ചൊക്കെ കുറേയൊക്കെ ശരിയായി വരും. അപ്പോൾ നല്ലൊരു റിലീഫ് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നല്ല രീതിയിൽ ചതവുണ്ടെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. പക്ഷേ ഐസ് ക്യൂബ്സിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കും. ഇതെൻ്റെ അനുഭവമാണ് കേട്ടോ. ഞാൻ എപ്പോഴും വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു മിക്സാണിത്. കുട്ടികളുള്ള വീട്ടിൽ മസ്റ്റായിട്ടും കരുതിയിരിക്കേണ്ട ഒരു ഐറ്റമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ ഹോം റെമഡി പറഞ്ഞു തന്നത് എൻ്റെ അച്ഛനാണേ. അച്ഛന് നന്ദി. അപ്പോൾ ഇത് ചെയ്ത് നോക്കി റിസൾട്ട് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.